ഹലോ ഗായ്സ്, വെൽക്കം ടു ടുട്ടൂസ് വ്ളോഗ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ട് ഡിന്നർ കഴിക്കുന്നു. അപ്പം നമ്മൾ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഡുട്ടു ഞാൻ റെഡി ആയിരിപ്പോൾ. ഡുട്ടു മാത്രമേ റെഡി ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വൈകിയത് ഇറങ്ങി വരുന്നു. എന്തോ പ്രശ്നമുണ്ട്. അല്ല ഒന്നുമില്ല. അപ്പോൾ എന്താണ് മോളെ? മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ്. ഓക്കെ, അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ ഹാപ്പിക്കോയിലെത്തി. ഇത് വന്നിട്ട് കിളിമാനൂരാണ്. കിളിമാനൂർ എത്രയും മുമ്പായിട്ട് ചട്നി മാമി വന്നിട്ടുള്ളവർക്ക് അറിയാം. ചട്നി മാമിയുടെ തന്നെ ഒരു ബ്രാഞ്ചാണ്. ചട്നി മാമി എന്ന് പറയുമ്പോൾ വെജിറ്റേറിയൻ ആണ്. ഇത് ഹാപ്പിക്കോ എന്ന് പറഞ്ഞിട്ട് നോൺ വെജാണ്. ചട്നി മാമിയിൽ മിക്കവാറും വന്നിട്ടുണ്ട്, പക്ഷേ ഹാപ്പിക്കോയിൽ ഫസ്റ്റ് ടൈമാണ്. തൊട്ടടുത്ത് തന്നെയാണ്, സെയിം ആ ഒരു ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ്. ആംബിയൻസൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ കോട്ടേജസും ഉണ്ട്. അപ്പോൾ കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹാൾ വന്നിട്ട് അടിപൊളി, ഒരു ഹാൾ തന്നെ അടിപൊളിയാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രീനാഥ് വന്നിട്ടുണ്ട്, ഫാമിലി വന്നിട്ടുണ്ട്, സാബു ബ്രോ വന്നിട്ടുണ്ട്, ഫാമിലി സോമി എല്ലാവരും വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ജിതൻ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ARM മൂവിയുടെ ഡയറക്ടറുണ്ട് ഇതാണ് ജിതൻ ബ്രോയും ഉണ്ട് നമ്മളവിടെ. ജിതൻ ബ്രോ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ട്രിവാൻഡ്രം വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. അപ്പം നമ്മൾ ഇനി ഉള്ള പരിപാടി നമ്മൾ വന്നിരുന്ന ടേബിൾ സെറ്റ് ചെയ്തിരുന്നു. നമ്മൾ ഇനി അടുത്ത പരിപാടി നമ്മൾ ഫിഷ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പോയി സെലക്ട് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ് ആ ഡീറ്റെയിൽസ്. ഫിഷിൻ്റെ വില എല്ലാം ഉണ്ട്. അപ്പം നോക്കിയിട്ട് നമ്മൾ എടുക്കുക. നമുക്ക് ഫിഷ് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കിത് മസാല പെട്ടി തവയോ നമ്മളിപ്പോൾ എന്താ എടുത്തേക്കുന്നത്, ഒരു കാളാഞ്ചി എടുക്കാനാണ് പ്ലാൻ. ഒരു വലിയ കാളാഞ്ചി എടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അല്ലാത്തൊരു കൊഞ്ചോ കണവയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാനാണ് പ്ലാൻ. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഒരു കാളാഞ്ചി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കാളാഞ്ചി എടുക്കാനാണ് പോണത്. ഇതാണ് കാളാഞ്ചി. അത്യാവശ്യം ശരിയാണ്. ഇതുപോലെ അവർ തവയൊക്കെ ചെയ്ത് നമ്മൾ പറയുമ്പോൾ അവർ ചെയ്ത് നമ്മളിപ്പോൾ കാളാഞ്ചി എടുത്തിട്ട് തവ ഫ്രൈ ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കൊഞ്ച് കണവായിങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം പക്ഷേ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ മസാല പുരട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എന്നാണ് പറയുന്നത്. മീനുണ്ട്, പൂരിയുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഇഷ്ടം പോലെ സാധനം. നമ്മൾ വേണ്ട കുറച്ച് കൊഞ്ച്, 1/2 കിലോ കൊഞ്ചെടുത്തു, വലിയ പ്രോൺസ്. അപ്പം അതും നമ്മൾ ഫ്രൈക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വരുമോ പതിയോ? ഇതൊക്കെ ഉറപ്പായിട്ടും സാബുപൂർവ്വം അങ്ങനെ ഫുഡ് എന്തൊക്കെയാണ് ആൾക്കാർ എല്ലാവർക്കും കഴിക്കേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞാനൊന്ന് പുറത്തിറങ്ങി ഇവിടുത്തെ ആംബിയൻസൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. പക്ഷേ അടിപൊളി സ്ഥലം, നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല തിരക്കുണ്ട്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് വന്നുകൊണ്ടാണ് നമുക്ക് ആ സ്പേസ് കുറച്ചത് കിട്ടിയത് ഉണ്ടല്ലേ. നല്ല തിരക്കുണ്ട്, പക്ഷേ ആ തിരക്ക് നമുക്ക് അറിയാനും പറ്റില്ല. ഹാപ്പിക്കോ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് തവ, നമ്മുടെ ഫിഷ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ കാളാഞ്ചി നമ്മൾ തവ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ബീഫ് എടുത്തിട്ടുണ്ട്, ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊഞ്ചും കണവയും എത്തിയിട്ടില്ല, ഇപ്പോൾ കൊണ്ടുവരുമായിരിക്കും. അതായെത്തി, കൊഞ്ചും വന്നിട്ടുണ്ട്, കണവയും വന്നിട്ടുണ്ട്. അതും ഒരു സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ഇനി നമ്മുടെ ഇവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നല്ലൊരു റിവ്യൂ പറയുന്നതായിരിക്കും.
ഈ ചിങ്ങറ്റത്തിരിക്കുന്നൊരു ഒരു സാധനമുണ്ട് കേട്ടോ, അത് പക്ഷേ അടിപൊളി സാധനം. പഴുത്ത മാങ്ങയിൽ ഒരു മസാല ഇട്ട് ചേർത്തിരിക്കുന്നത്. ഫുഡെല്ലാം കഴിച്ചു, എല്ലാവരും അടിപൊളിയാണ്, ഹാപ്പിയാണ്, നല്ലൊരു അടിപൊളിയാണ്. കണ്ടല്ലേ, ഒന്നുമില്ല. അവസാനത്തെ കൂടെ ശ്രീനാഥ് എടുക്കുകയാണ്. അത്ര അടിപൊളി, കൊള്ളാം. അങ്ങനെ നമ്മൾ നമ്മൾ ഹാപ്പി ആക്കിയത് കൊണ്ട് നമ്മൾ ഇത് ചട്ടിമാമിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് പിള്ളേരെല്ലാം കൂടെ ബെല്ലടിക്കുന്നുണ്ട്, സന്തോഷം നമ്മൾ അറിയിക്കുകയാണ് അവർ. അവിടെ ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബെല്ല് പോയി അടിക്കണമെന്നാണ്. അപ്പോൾ എല്ലാ കുട്ടികളെല്ലാം കൂടെ പോയി അങ്ങോട്ട് ബെല്ലടിച്ചു. നമ്മൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണെന്ന് അവരെ അറിയിച്ചു. ഓക്കെ, എല്ലാവരും അടിക്കുന്നു, തൊട്ട് അടിച്ചോ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൊച്ചു കുട്ടിക്ക് മണിയടിക്കണമെന്ന് പറഞ്ഞ് മണിയടിക്കാൻ വന്നിട്ടുണ്ട്. സുമി ആ കുട്ടിക്ക് മണിയടിക്കുന്നുണ്ട്, വന്നിട്ടുണ്ട്, അടിക്കും, ഇപ്പോൾ മണിയടിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.